നമ്മൾ ഇന്ന് ഈ വണ്ടി ഫുള്ള് ഡിസ്മാൻഡിൽ ചെയ്തിട്ട് അതായത് പാർട്സ് ആക്കിയിട്ട് നമ്മൾ ഫുള്ള് പിസ്ത ഗ്രീൻ, റൂഫ് മാത്രം ഗ്ലോസി ബ്ലാക്ക്. അപ്പോൾ ഇതെല്ലാം കഴിയുമ്പോൾ നമുക്ക് ശരിക്കും നമ്മുടെ റെഫറൻസിലുള്ള വണ്ടിയായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നതല്ലേ? ഹലോ ഫ്രണ്ട്സ്, ഞാൻ അർജുൻ. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു വണ്ടി പെയിൻറ്റ് ചെയ്യാൻ പോവാണ്. ഈ ഒരു പോളോ GTA. അപ്പം ഒരു അടിപൊളി കളറാണ് നമ്മളിതിന് ചൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു പെയിൻറ്റിങ്ങിന് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഡോക്ടർ ഡൈകാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പുള്ളി വന്നിട്ടുണ്ട്. അപ്പോൾ പുള്ളി നമുക്ക് വേണ്ടി പെയിൻറ്റ് ബൂത്തിൽ വെയിറ്റിംഗ് ആണ്. അപ്പോൾ നമുക്കൊന്ന് പുള്ളിയെ കാണാൻ പോയാലോ. പിന്നെ അതുപോലെ തന്നെ ഈ വണ്ടി ഒന്ന് അടിപൊളി കളറിലോട്ടൊന്ന് കൺവേർട്ട് ചെയ്യാൻ പോകണം. അപ്പം ഈ ഒരു വീഡിയോ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും അവരുടെ സ്കെയിൽ മോഡൽസ് പെയിൻറ്റ് ചെയ്യാൻ വളരെയധികം ആഗ്രഹമുണ്ട്, ഇഷ്ടമാണ്. അപ്പം എങ്ങനെയാണ് ഏറ്റവും കുറഞ്ഞ ചിലവിൽ നമുക്ക് ഈ വണ്ടി നമ്മുടെ വീട്ടിൽ വെച്ചോ അല്ലെങ്കിൽ ഒരു ഔട്ട്ഡോർ സ്പേസിൽ വെച്ച് പെയിൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ്. അപ്പോൾ അതിന് എന്തൊക്കെ ടൂൾസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, പിന്നെ എവിടെ നിന്നാണ് പെയിൻറ്റ് മേടിക്കാൻ പറ്റുന്നത്, ആ കാര്യങ്ങളെല്ലാം നമുക്ക് പുള്ളി പറഞ്ഞു തരും. അപ്പോൾ നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്യാൻ പോയാലോ. നമ്മളിപ്പം പെയിൻറ്റ് ബൂത്തിലോട്ടാണ് പോകുന്നത്. അപ്പം നമ്മുടെ ഡോക്ടർ ഡൈകാസ്റ്റ് പുള്ളി നമുക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ സെലക്ട് ചെയ്തേക്കുന്ന പോളോയ്ക്ക് വേണ്ടിയുള്ള ഒരു കളർ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഇൻഫ്ലുവൻസറുണ്ട്, വിഷ്ണു വൈറ്റ്രാം. അപ്പോൾ പുള്ളിയുടെ ഒരു പോളോയുടെ ബേസ് കളർ തീം ബേസ് ചെയ്താണ് നമ്മൾ ഇന്ന് വണ്ടി പെയിൻറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ഒരു അടിപൊളി കളർ പിന്നെ അതുപോലെ തന്നെ അടിപൊളി ഡീറ്റെയിലിംഗ് ആയിരിക്കും നമുക്ക് ചെയ്തു തരാൻ പോകുന്നത് വണ്ടിയിൽ. അപ്പം നമ്മളങ്ങനെ നമ്മുടെ പെയിൻറ്റ് ബൂത്തിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു പോളോ ശരിക്കും പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിലെ വിഷ്ണു വൈറ്റ്രാം എന്ന് പറഞ്ഞ പുള്ളിയുടെ പോളോനെ ഇൻസ്പയർ ചെയ്താണ് മോഡിഫൈ ചെയ്യുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പണ്ട് വവ്വാൽ ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ BBC വേൾഡ് വരെ ഫേമസ് ആയ ആ ഒരു ഫോട്ടോഗ്രാഫർ. അപ്പോൾ പുള്ളി ഫേമസ് ആയ പോലെ തന്നെ പുള്ളിയുടെ വണ്ടിയും ഒരു രക്ഷയില്ലാത്ത ഫേമസ് ആണ്. അപ്പം നമ്മൾ ആ രീതിയിലോട്ടാണ് ഈ ഒരു വണ്ടീനെ കൺവേർട്ട് ചെയ്യുന്നത്. അപ്പം ഈ ഒരു വീഡിയോയുടെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതുപോലത്തെ കുറച്ച് അടിപൊളി റെയർ ആയിട്ടുള്ള വണ്ടികളുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും അതിനെ ഇൻസ്പയർ ചെയ്ത് പെയിൻറ്റ് ചെയ്ത് കസ്റ്റമൈസ് ചെയ്ത് നിങ്ങളുടെ വണ്ടിയുടെ ഷേപ്പിലോട്ടാക്കും. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അടിപൊളി വണ്ടി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ മെയിൽ ID കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നിങ്ങളുടെ വണ്ടിയുടെ ഫോട്ടോസ് അയക്കുക. ഞങ്ങൾക്കും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ വണ്ടിയുടെ രീതിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ. ഓക്കെ, അപ്പം നമ്മൾ നമ്മുടെ ബൂത്തിലെത്തിയിട്ടുണ്ട്. അപ്പം ഇതാണ് ഡോക്ടർ ഡൈകാസ്റ്റ്. പുള്ളിയാണ് നമുക്ക് വേണ്ടി വണ്ടി പെയിൻറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ബൂത്ത് നമുക്ക് വേണ്ടി ചെയ്ത് തന്നേക്കുന്ന ക്ലച്ച് സാറ്റിൻ, അതായത് D3 ഓട്ടോസാണ്. അപ്പോൾ താങ്ക് യു ഗോവിന്ദേട്ട നമുക്ക് ഈ ഒരു ബൂത്ത് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം പ്രഭ, നമ്മൾ എന്താണ് ഇന്ന് ചെയ്യാൻ പോകണം ഈ വണ്ടിയിൽ? നമ്മൾ ഇന്ന് ഈ വണ്ടി ഫുള്ള് ഡിസ്മാൻഡിൽ ചെയ്തിട്ട് അതായത് പാർട്സ് ആക്കിയിട്ട് നമ്മൾ ഫുള്ള് പിസ്ത ഗ്രീൻ, റൂഫ് മാത്രം ഗ്ലോസി ബ്ലാക്ക്, ഓക്കെ, അങ്ങനെ ചെയ്യാനാണ് പ്ലാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെ ടൂൾസ് ഇതിന് വേണ്ടി യൂസ് ചെയ്യാൻ പോകുന്നത്? നമ്മൾ ഇതിന് പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് എയർ ബ്രഷ് നമ്മൾ കുറച്ച് സ്ക്രൂ ഡ്രൈവേഴ്സ് വെച്ചിട്ട് ഡിസ്മാൻഡിൽ ചെയ്യും. ഓക്കെ, പിന്നെ പ്രിസിഷൻ നൈഫ് വെച്ചിട്ടാണ് നമ്മൾ ഇതൊക്കെ ഓക്കെ അടിച്ചെടുക്കണം. അപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ഒരു വണ്ടിയിൽ ഇപ്പം നോർമലി ഒരു റെഡ് കളറാണല്ലോ, ഈ ഒരു പിസ്ത ഗ്രീനിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇതിനേക്കാളും ലുക്കായിരിക്കും ഈ വണ്ടിക്ക് വരാൻ പോകുന്നത്. ലുക്കായിരിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, നമ്മൾ ഈ ചെറിയ വണ്ടി പെയിൻറ്റ് ചെയ്യുമ്പം വലിയ നമ്മുടെ ഓട്ടോമോട്ടീവ് എക്യുപ്മെൻറ്റ്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഓട്ടോമോട്ടീവ് പെയിൻറ്റിങ്ങിന് വേണ്ടിയുള്ള എക്യുപ്മെൻറ്റ്സ് ആണോ അതോ ഇതിന് വേണ്ടി സ്പെഷ്യലൈസ്ഡ് ആയുള്ള എക്യുപ്മെൻറ്റ്സ് ഉണ്ടോ? ഇതിനു വേണ്ടി സ്പെഷ്യലൈസ്ഡ് ഉണ്ട്. ബട്ട് നമ്മൾ യൂസ് ചെയ്യണത് ഈ എയർ ബ്രഷ് വെച്ചിട്ടായിരിക്കും പെയിന്റ് ചെയ്യണേ. ഓക്കെ, ഞാൻ ഈ ഒരു എയർ ബ്രഷ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ എയർ ബ്രഷ് ശരിക്കും നമുക്ക് എവിടെയാണ് മേടിക്കാൻ കിട്ടുന്നത്? ഇത് നമുക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ടിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ശരിക്കും മേക്കപ്പിന് യൂസ് ചെയ്യണതാ. ഇച്ചിരി കൂടി ബെറ്റർ ക്വാളിറ്റി ആയിട്ട് മോഡിഫൈ ചെയ്തെടുത്താൽ നമുക്ക് ഇതിന് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിന്റെ പ്രൈസ് എത്ര വരുന്നത്? പ്രൈസ് ഒരു 4000-5000 ആ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് എയർ ബ്രഷ് എടുക്കാം. 4000-5000. ഓക്കെ. അപ്പോൾ പിന്നെ അതുപോലെ വേറെ എന്തൊക്കെയാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്നത്? പിന്നെ നമ്മൾ പിസ്ത ഗ്രീൻ കളർ, പിസ്ത ഗ്രീൻ, റൂഫ് ബ്ലാക്ക് ചെയ്യാനുള്ളത്, പിന്നെ ക്ലിയർ കോട്ട് അതിന്റെ ഹാർഡനർ, പിന്നെ നമ്മൾ SP58 തിന്നറാ യൂസ് ചെയ്യണം. ഇത് ഹൈ ഗ്രേഡ് തിന്നറാ. അപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ ഈ പെയിന്റ് അടിക്കുമ്പോൾ ഡൗട്ട് ഉണ്ട്, ഇതിനെ പുട്ടി ഇടുവോ, അങ്ങനെ പുട്ടി ഇടേണ്ട ആവശ്യമുണ്ടോ ഈ വണ്ടിക്ക്? ഇതിപ്പോൾ ഈ വണ്ടി വല്ല ബോഡി പെയിന്റോ ബോഡിയോ ഡാമേജോ ഒന്നുമില്ല. അപ്പോൾ ഇതിന് നമുക്ക് പുട്ടി ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഈ വണ്ടി നമുക്ക് അല്ലാതെ മോഡിഫിക്കേഷൻസ് നടത്താൻ പറ്റുമോ? വേറെ എന്തെങ്കിലും? പറ്റും, ചെയ്യാൻ പറ്റും. സ്പോയിലേഴ്സും പിന്നെ അതുപോലെ തന്നെ ചെയ്യാൻ പറ്റും. ലോവർ ചെയ്യുക, അങ്ങനെ ചെയ്യാൻ പറ്റും. അതിന് വന്നത് ഇപ്പോൾ ബോഡി കിറ്റ്സ് ഒക്കെ കയറ്റുവാണെങ്കിൽ നമുക്ക് 3D പ്രിന്റ് ചെയ്യാം, ഓർ മേ ബി കാസ്റ്റ് ചെയ്തെടുക്കാം. പക്ഷേ ഈ ഇത് വരുമ്പോൾ മീൻസ് ലോവർ ചെയ്യുമ്പോൾ നമ്മളിത് ഗ്രൈൻഡ് ചെയ്ത് കുറച്ച് മോഡിഫിക്കേഷൻ ബോഡിയിൽ വരുത്തേണ്ടി വരും. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ പണി തുടങ്ങിയാലോ? ഓക്കെ. അപ്പോൾ അങ്ങനെ നമ്മുടെ വണ്ടിയുടെ പെയിന്റിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഏകദേശം എത്ര നേരം എടുക്കും ഈ ഒരു പെയിന്റിങ് വർക്കിന് വേണ്ടി? ഇത് ഡിസ്മാൻഡിൽ ചെയ്യുമ്പോഴേ നമുക്ക് അറിയുള്ളൂ. കാരണം ഒരുപാട് പാർട്സ് ഉള്ള അത്യാവശ്യം ഡീറ്റെയിൽ ഉള്ള വണ്ടി ആയതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ അകത്തെ മിറേഴ്സ് സാധനങ്ങളെല്ലാം ഇളക്കി വരുമ്പോൾ കുറച്ച് ടൈം എടുക്കും. ഓക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും പണി തുടങ്ങാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇത് ഫുൾ ഒന്ന് ഡിസ്മാൻഡിൽ ചെയ്യാൻ പോകും, അതായത് മൊത്തം ഊരി എടുക്കാൻ പോകും. ഇതൊരു 1/24 സ്കെയിലാണ് ഈ ഒരു പോളോ GTA. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ബ്രാൻഡ് ബുറാഗയാണ്.
ഇത് നമ്മൾ മേടിച്ചത് എവിടെയാണെന്ന് വെച്ചാൽ ടോയ്സില ചെന്നൈ എന്ന് പറഞ്ഞൊരു പേജുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. അവിടെ നിന്നാണ് ഈ ഒരു വണ്ടി മേടിച്ചത്. അടിപൊളി. അത്യാവശ്യം പൊടിയുണ്ട് അതിൻ്റെ ഉള്ളിൽ. അത്യാവശ്യം നല്ല രീതിയിൽ പൊടിയുണ്ട്, നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഇതൊന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ഒരു പുതിയ പോളോ ഷോറൂമിൽ നിന്ന് ഇറങ്ങുന്ന പോലെ വേണം നമുക്ക് ഈ ഒരു വണ്ടി പുറത്തെടുക്കാൻ. എനിക്കൊന്ന് ഇൻറ്റീരിയർ ക്ലീനിങ്ങും ഈ വണ്ടിക്ക് ആവശ്യമാണെന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ല പൊടിയുണ്ട്. അടിപൊളി. അതിൻ്റെ ഡാഷ്ബോർഡ് തന്നെ. ഡാഷ്ബോർഡ് ഭയങ്കര രസമുണ്ട്, ഇതിൻ്റെ നല്ല ഡീറ്റെയിലിംഗ് ആണ്. അത് നമുക്ക് പെയിൻ്റ് അടിക്കണോ? ബ്ലാക്ക് അത് ക്ലീൻ ചെയ്താൽ മതിയായിരിക്കും അല്ലേ? ക്ലീൻ ചെയ്താൽ മതി. ഓക്കെ. ഇതടിക്കുമ്പോൾ ഇച്ചിരി സൂക്ഷിക്കണം. ഇതിങ്ങനെ പൊട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും നമ്മൾ? പൊട്ടിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല, ഗ്ലാസ് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ അത് പക്ഷേ ഇത് അവൈലബിൾ ആണോ? നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കേണ്ടി വരും. ഓക്കെ. എല്ലാം ഓരോ കുഞ്ഞു കുഞ്ഞു പോർഷനായിട്ട് നമ്മൾ ഡിസ്മാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ടാസ്ക്കാണ് ഈ സാധനം പറഞ്ഞാൽ. എന്തെങ്കിലും ഒരു കുഞ്ഞു സാധനം പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ കുത്തിയിരുന്ന് ഈ സാധനം ഉണ്ടാക്കിയെടുക്കേണ്ടി വരും. പിന്നെ ഇപ്പോൾ ഉള്ളൊരു നമുക്കുള്ളൊരു സ്കെയിൽ ഡൈകാസ്റ്റ് കളക്ടേഴ്സിൻ്റെ ഒരു ആശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എറണാകുളത്ത് ഒരു 3D പ്രിൻറ്റിങ് ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വണ്ടിയുടെ മിറേഴ്സ് അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ സ്പോയിലേഴ്സൊക്കെ ഡാമേജ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോയിട്ട് 3D പ്രിൻ്റ് അടിച്ചിട്ട് നമുക്ക് സ്റ്റിക്ക് ചെയ്യാൻ പറ്റും. അപ്പം പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഒരു മിറർ പോയി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ സങ്കടപ്പെട്ട് ഇരിക്കും. പക്ഷേ ഇപ്പം അതിനൊക്കെ ഒരു സൊല്യൂഷനുണ്ട്. എറണാകുളത്തെ 3D പ്രിൻറ്റിങ് ഷോപ്പിൽ പോയാൽ മതി, നമുക്കത് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഷോപ്പിൻ്റെ നമ്പറും ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. അപ്പം ഈ ഒരു പോർഷൻ റിവറ്റാണ് ചെയ്തേക്കുന്നത്. നമുക്ക് മറ്റേ ചില വണ്ടികൾക്ക് സ്ക്രൂ ഊരിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും, പക്ഷേ ഈ ഡോറ് റിവറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഇച്ചിരി ടാസ്ക്കാണ് ഇത് എടുക്കാൻ. അപ്പോൾ എനിക്കൊന്ന് ഇങ്ങനെ തന്നെ വെച്ചിട്ട് പെയിൻറ്റ് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഈ ഒരു വണ്ടി ഈ ഒരു രീതിയിൽ തന്നെ പ്ലേസ് ചെയ്തിട്ട് വേണം നമുക്ക് പെയിൻറ്റ് ചെയ്യാൻ. ഈ ഹെഡ്ലൈറ്റ് റിമൂവ് ചെയ്യാം. ഹെഡ്ലൈറ്റ് എങ്ങനെയുണ്ട്? ഓക്കെ ആണോ? അത് കുഴപ്പമില്ല. ഓക്കെ. ഇനി പിന്നെ പെയിൻറ്റ് ചെയ്യാൻ അത്യാവശ്യം നല്ല ക്ലൈമറ്റാണ്, അധികം മഴയോ അങ്ങനെ ഒരു പ്രശ്നമില്ല, അത്യാവശ്യം നല്ല വെയിലുമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറ്റിയ ടെമ്പറേച്ചറാണ് പെയിൻറ്റിങ്ങിന് വേണ്ടി. ഈ ടൂൾസൊക്കെ സ്റ്റേഷനറി കടയിൽ കിട്ടുമല്ലോ, ഇതുപോലത്തെ നൈഫും ബാക്കിയെല്ലാം. ആപ്പാണ് നമുക്ക് വേണ്ടത്. ആ ഒരു എയർ ബ്രഷ് അത് ആമസോണിൽ കിട്ടും. അതിൻ്റെ വില 2500 മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. 2500 ടു നമുക്കൊരു ഏകദേശം 10,000 വരെ ഈ ഒരു ബ്രഷ് മേടിക്കാൻ കിട്ടും. അപ്പം ഈ 2500 മേടിച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഡാമേജ് ആവുമോ? അത് ഒരു 2-3 യൂസ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റും. ബട്ട് അറിയാത്തവർ യൂസ് ചെയ്ത് വരുമ്പോൾ ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. അതിപ്പോൾ വലുതായാലും വരും. ഓക്കെ. നല്ല ക്ഷമ വേണം ഇതിൻ്റെ പെയിൻറ്റിങ്ങും പിന്നെ അതുപോലെ ഇതിൻ്റെ ഡിസ്പാനലിങ്ങും എല്ലാം ഊരി എടുക്കണമായിരിക്കും അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ ഫുൾ ഏകദേശം ഡിസ്പാനൽ ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന വണ്ടിയുടെ കളർ എന്ന് കണ്ടാലോ, ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന വണ്ടി. ഈ ഒരു പിസ്റ്റ ഗ്രീൻ വേണ്ട, ഈ ഒരു ലുക്കിലോട്ടാണ് നമുക്ക് നമ്മുടെ ഈ ഒരു വണ്ടീനെ ആക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ പണി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ പറഞ്ഞു തീർന്നോളൂ. ഇന്ന് നല്ല ക്ലൈമറ്റ് ആയിരിക്കും ഇന്ന്. പുറത്ത് നല്ല മഴയുണ്ട് ഇപ്പം. എന്തായാലും മഴയൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ പെയിൻ്റ് അടി നടത്തുന്നില്ല. നമ്മുടെ പെയിൻ്റ് അടി അടിപൊളിയായിട്ട് അവിടെ നടക്കുന്നുണ്ട്. നമുക്ക് നോക്കിയാലോ. അങ്ങനെ നമ്മുടെ പോളോയുടെ ബേസ് കോട്ടിങ് കഴിഞ്ഞു. ഇനി നമ്മൾ അതിൻ്റെ റൂഫിൽ ബ്ലാക്ക് അടിക്കാൻ പോവാം. അപ്പോൾ മൂന്നാമത് നമ്മൾ എന്തായിരിക്കും ഇതിന് ചെയ്യാൻ പോണേ? അത് ക്യൂറായി കഴിഞ്ഞിട്ട് നമ്മൾ ക്ലിയർ കോട്ട് ചെയ്യും. ഓക്കെ. പിന്നെ ലാസ്റ്റ് ഫൈനലായിട്ട് നമ്മൾ സ്റ്റിക്കറും ചെയ്യും. അപ്പോൾ ഇതെല്ലാം കഴിയുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ റെഫറൻസിലുള്ള വണ്ടിയായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നതല്ലേ? സ്ലൈറ്റ് ഡിഫറൻസ് കാണും, കാരണം അത് GT-യും മറ്റൊരു GT-യുമാണ്. ഏകദേശം കളർ നമുക്ക് സെയിം മാച്ചിങ് നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്ക് ഫൈനൽ റിസൾട്ട് എന്തായാലും നോക്കാം.
ഫൈനലി അങ്ങനെ നമ്മുടെ 2 ദിവസത്തെ അധ്വാനത്തിന് ശേഷം നമ്മുടെ പോളോ ഏകദേശം പൂർത്തിയായി. അപ്പോൾ ഇനി നമ്മൾ ഡിസ്പാൻഡിൽ ചെയ്ത പാർട്സ് എല്ലാം ഒന്ന് അസംബിൾ ചെയ്യണം. അപ്പം നമ്മൾ അത്യാവശ്യം നല്ല രീതിയിലാണ് ഇതിൻ്റെ പെയിൻറ്റ് ജോബ് ഡോക്ടർ ഡൈകാസ്റ്റ് നമുക്ക് ചെയ്തു തന്നിരിക്കുന്നത്. അപ്പം ഇനി ഇതിൻ്റെ അസംബ്ലിങ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞിട്ട് ഈ വണ്ടിയുടെ ലുക്ക് ഏകദേശം നമുക്ക് ഡിസൈഡ് ചെയ്യാം എങ്ങനെയായിരിക്കും. അപ്പം നമ്മൾ ആദ്യം പ്ലാൻ ചെയ്ത് അപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടിയുടെ റെഫറൻസ് എടുത്തിട്ടാണ് നമ്മൾ പണിത്. ഇതിൻ്റെ ഓണർ വിഷ്ണു വൈറ്റ്രാമ്പാണ്. അപ്പം പുള്ളിയുടെ ഒരു സപ്പോർട്ട് ഉണ്ടായതുകൊണ്ടാണ് നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത്. പുള്ളി പല പിക്ചേഴ്സും നമുക്കിത് ഷെയർ ചെയ്തു. പിന്നെ പെയിൻറ്റിൻ്റെ കളർ കോഡ് പറഞ്ഞു തന്നു. അങ്ങനെ നല്ല ഹെൽപ്ഫുള്ളായിരുന്നു. അപ്പോൾ താങ്ക് യു വിഷ്ണു. അപ്പോൾ നമുക്ക് ഈ ഒരു വണ്ടി പൂർത്തിയാക്കാൻ ഹെൽപ്പ് ചെയ്തതിന്. അപ്പം നമുക്ക് ഇനി ഇതിൻ്റെ അസംബ്ലിങ് ആണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ ഇനി നമ്മുടെ വണ്ടി അസംബ്ലിങ് ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഊരുമ്പോഴത്തേക്കും കുറച്ച് ഈസി ആയിട്ടാണ് ഊരിയത്. പക്ഷേ ഇനിയാണ് ഏറ്റവും ടഫുള്ള ജോബ്. അല്ല, രണ്ടും ഒരേപോലെ ടഫാ. എന്നുവെച്ചാല് ഊരുമ്പോ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ ഈ മിറർ, നമ്മുടെ ലൈറ്റ്സ് അങ്ങനത്തെ ഒക്കെ പൊട്ടിപ്പോവും. ഓക്കെ. അത് വെക്കുമ്പോഴും അതേപോലെ തന്നെ സൂക്ഷിച്ചില്ലെങ്കിൽ പെയിന്റ് പോവാ, ഒടിഞ്ഞു പോകണം. ഈ ഡിസ്മാൻഡിൽ ടൈമിൽ നമുക്ക് എന്തെങ്കിലും ഡാമേജ് ഉണ്ടായിട്ടുണ്ടോ വണ്ടിക്ക്? ഡിസ്മാൻഡ്ലിംഗ് ടൈമിൽ ഈ വണ്ടിക്ക് ഉണ്ടായിട്ടില്ല. ബട്ട് മുമ്പ് ഞാൻ ആദ്യം ചെയ്തു തുടങ്ങിയ ടൈമിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ. അത് കഴിഞ്ഞപ്പോൾ മനസ്സിലായി എങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ എത്ര നേരം എടുക്കും നമുക്ക് ഇതൊന്ന് അസംബിൾ ചെയ്യണമെങ്കിൽ? ഇത് അസംബിൾ ചെയ്യാൻ ഒരു മാക്സിമം ഒരു 1 hour. 1 hour. അപ്പോൾ ഈ വണ്ടി കാണാൻ കുഞ്ഞിതാണെങ്കിലും അത്യാവശ്യം ടൈം എടുത്ത് വേണം. പിന്നെ അതുപോലെ ചെറിയ സ്ഥലത്തൊക്കെ പെയിൻറ്റ് പോയിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ ടച്ച് ചെയ്ത് ഒരു അടിപൊളി പുതിയൊരു ഷോറൂമിൽ നിന്ന് ഇറങ്ങുന്ന ലുക്കിലായിരിക്കും നമ്മൾ വണ്ടി ഇറക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time, a first date. You're so fine, I'm so late. You sip wine, I drink straight. Don't waste time to my place. I feel my heart erase. So catch me if I fall. Praying that this night's gonna last. You got it all on tap, I'm loving your vibe, always have your back. We like all the same tracks, listen all night in the sheets all black. Said I'm falling fast, don't remember life before you, that's fact. I feel good, you look great, I like you, I can't wait. A first time, a first date. You're so fine, I'm so late. You sip wine, I drink straight. Don't waste time to my place. I feel my heart erase. So catch me if I fall. അങ്ങനെ നമ്മുടെ പോളോ GTയുടെ വർക്ക് കംപ്ലീറ്റ് ആയി. ഇതാണ് നമ്മുടെ വണ്ടി. അപ്പം നമ്മളിതിൻ്റെ പൊക്കത്തൊരു കാർബൺ ഫൈബർ ചെയ്തിട്ടുണ്ട്. പിന്നെ റെഡ് ഗ്രീനിലോട്ട് കൺവേർട്ട് ചെയ്തു. പിന്നെ ഇനി ചെയ്യാനുള്ളത് ഒന്ന് സെറാമിക് കോട്ട് ചെയ്യണം. അപ്പോൾ ബാക്കി എല്ലാ വർക്കും കംപ്ലീറ്റ് ആയി. അപ്പം വണ്ടി നമുക്കൊന്ന് കാണാം. അപ്പോൾ ഇതിൻ്റെ കുറച്ച് സ്റ്റൈലിഷ് ആയിട്ടുള്ള ഷോട്ട്സ് നമുക്കൊന്ന് എടുക്കാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ കറക്റ്റുള്ള ഒരു ഫീല്.